ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അയക്ക് അന്ന് ഡ്യൂട്ടിക്കൊന്നും പോയിട്ടില്ല. ആൾക്ക് പനി ആയതുകൊണ്ട് പോയില്ല കേട്ടോ. 2 ദിവസത്തേക്ക് എന്തായാലും ലീവാണ്. അപ്പോഴത്തേക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എണീറ്റ് ഉറക്കണിട്ടുള്ളൂ. ഇക്കായും വാഷ്റൂമിലേക്ക് പോയി. അപ്പം ഉറക്കണിച്ചിട്ട് കുറേ പരിപാടികളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബ്രഷ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഇനി ഓരോന്നായിട്ട് ചെയ്യാം. എൻ്റെ ഫേസിലൊരു പിമ്പിൾ വന്നതേ ഉണ്ടോ, മാർക്കായി, ബ്ലാക്ക് കളറായി. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, ചെറുപയർ കറിയും, അതുപോലെ തന്നെ നമ്മുടെ മുട്ട പുൽസയാണ്. ഞാൻ കഴിക്കട്ടെ. നമ്മൾ എന്നും മുട്ട പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ പുൽസയായിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട് എല്ലാ ദിവസങ്ങളിലും. പ്രോട്ടീനാണല്ലോ. അപ്പം ഞങ്ങൾ ഡെയിലി 2 മുട്ട വെച്ചിട്ട് 2 പേരും കഴിക്കാറുണ്ട്. എനിക്ക് പുഴുങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ബുൾസയായിട്ട് കഴിക്കുന്നത്. ടേസ്റ്റ് ഉണ്ട്. ചെറുപയർ കറി അത് നല്ല പ്രോട്ടീനാണ്. അതുപോലെ ബുൾസയും പ്രോട്ടീനാണല്ലോ. നമ്മൾ ഒരു ദിവസം ഒരു എഗ്ഗെങ്കിലും കഴിക്കണമെന്നല്ലേ പറയുന്നത്. ഞങ്ങളിപ്പം കുറച്ച് നാളായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. 2 മുട്ട വെച്ച് കഴിക്കും ഞങ്ങൾ 2 പേരും. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് ഞാൻ അരി കുക്കറിൽ വെച്ചു. കറി പിന്നെ മീൻകറി ഫ്രിഡ്ജിലുണ്ട്, ചൂടാക്കിയാൽ മതി. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മോര് കറിയൊക്കെ ഉണ്ട്. ഇന്നലത്തെ എൻ്റെ എല്ലാ ബാലൻസും ഉണ്ട്. അപ്പം ഒന്നൊന്ന് തയ്യാറാക്കണ്ട. നമ്മൾ രാവിലെ ചായയൊന്നും അങ്ങനെ കുടിക്കത്തില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിലുള്ള സമയത്ത് കുടിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളങ്ങനെ അത് ഒഴിവാക്കി. ചായ കുടിയൊക്കെ അത്ര നല്ലതല്ലെന്ന് എല്ലാവരും പറയാറുണ്ട്. ചായ കുടിച്ചതിലേക്ക് എന്തോ പോലെയായിരുന്നു. പക്ഷെ ശീലം മാറ്റിയപ്പോൾ ഓക്കെ ആയി. ആ ടൈം ആകുമ്പോൾ നമുക്ക് കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെ, ചിലവർക്ക് തലവേദനയൊക്കെ വരും. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട്. കൊതി തോന്നിയെങ്കിൽ ഞങ്ങൾ കട്ടൻ ചായ കുടിക്കും. അത് ഞാൻ മധുരമില്ലാതെ കുടിക്കുന്നത്. ഇപ്പം കല്ല് കുടിച്ചത് എനിക്ക് കുടിച്ചൂടാ, പനിയല്ലേ.
അങ്ങനെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാപ്പു ഉമ്മച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലൊക്കെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. അങ്ങനെ അവർക്ക് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറും മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ മുളകിട്ട മീൻകറിയായിരുന്നേ ഇന്നത്തെ ഫുഡെന്ന് പറയണത്. അങ്ങനെ അത് ഞാൻ ഇക്കാക്ക് എടുത്ത് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് ഗുളികകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ മെഡിസിനായിട്ട് എടുത്ത് കൊടുത്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു ഗുളിക ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മരുന്നും ഉണ്ടായിരുന്നു, കഫ് സിറപ്പ്. ഇപ്പോൾ പനി കുറവുണ്ട്, പക്ഷേ ചുമ കൂടുതലാണ്, അതുകൊണ്ട് കഫ് സിറപ്പ് കൊടുത്തായിരുന്നേ. ഗൈസ് മരുന്ന് കൊടുത്ത് ഗുളിക കൊടുത്തു. മരുന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പ് കഴുകാനായിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. മറ്റേ അടപ്പ് കളഞ്ഞു പോയി, കാണാനില്ല ഇതിൻ്റെ കൂടെ ഉള്ള മറ്റേ അടപ്പേ. പിന്നെ വെള്ളം തിളപ്പിച്ച് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ വെള്ളം തണുത്തത് കുടിക്കാൻ ഒക്കില്ലല്ലോ, അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നേ. അപ്പം ഉലുവയിട്ട് വെള്ളവും തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രീ ആയി. ഇനി ഇതും കൂടെ ഉള്ളൂ, അതിന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഓക്കെ. ഇവിടെ എന്തോ ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഉറങ്ങുമെന്ന് തോന്നുന്നു, നോക്കാം. ഉറങ്ങി അടിമുത്തേ. ചൂടുണ്ടാ? ഉറക്കം വരുന്നാ? തല മസാജ് ചെയ്ത് തരട്ടെ മുത്തിന്? കള്ള ഇറക്കുവാണെന്ന് തോന്നുന്നല്ലോ. കൂട്ടി ബേബു. ഇപ്പൊ പനിയില്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? പനിയില്ല, ചുമ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാവക്കുട്ടി എനിക്ക് ഇക്ക ഗിഫ്റ്റ് തന്നതാണ്. ഒരു ദിവസം ഇക്ക പുറത്ത് പോയിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണ്. നല്ല രസമുണ്ട്, ഒരു നല്ല മിനി ക്യൂട്ടായിട്ടുള്ളൊരു പാവക്കുട്ടിയാണ്. അപ്പം ഞങ്ങൾ ഇതിന് പേര് വിട്ടു, കുട്ടു എന്നായിട്ട് ഞാൻ ഇതിനെ വിളിക്കുന്നത്. അങ്ങനെ അതിന് ശേഷം എൻ്റെ ആങ്ങളേനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇപ്പോൾ അവരുടെ വൈഫിൻ്റെ വീട്ടിലാണുള്ളത്, നാത്തൂൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇക്ക ഉറങ്ങുവാണ്, പനിയായതുകൊണ്ട് എണീച്ചില്ല. അപ്പം നമുക്ക് കുറച്ച് കട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുക്കാം. ഓക്കെ, പനിയല്ലേ, കട്ടൻ ചായ കുടിക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. അപ്പം നമുക്ക് കട്ടൻ ചായ സെറ്റാക്കിക്കൊണ്ട് കൊടുക്കാം. ഇതാണ് നമുക്ക് ഇന്നത്തെ സ്നാക്ക്, ക്രീം ബൺ ആൻഡ് സ്നാക്ക്. ഓവർ മധുരമൊന്നുമില്ല, കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ക്രീം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി കഴിക്കാൻ സമയമായി. അപ്പോഴത്തേക്ക് ഇന്നത്തെ ഡിന്നറെന്ന് പറയുന്ന കുബൂസും ഒരു മുട്ട ഒഴുങ്ങിയതും വെജിറ്റബിൾ കറിയാണ്. അങ്ങനെ അത് മൂന്നും കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ അതിന് ശേഷം ഇക്കാക്ക് മെഡിസിൻ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗുളിക എടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ളതാണ്. അങ്ങനെ അതും കൊടുത്തു. കഴിവില്ല ഉച്ചയ്ക്ക് ലീക്കായല്ലേ.